لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തത്തോടും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനിൽ തഖ്വ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല സൂക്ഷ്മമായ ഒരു ജീവിതം അത് നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും നമുക്ക് ജീവിക്കാം എന്ന് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ നമുക്ക് വളരെയേറെ പങ്ക് നൽകുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന വിഷയത്തിൽ കുറച്ചുകൂടി നമ്മളുടെ ജീവിതത്തിൽ ഊങ്ങൽ നൽകുന്ന ഒരു വിഷയമാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളത്. നമ്മുടെ ദുഃഖങ്ങളും അതുപോലെ തന്നെ സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം പങ്കുവെക്കാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന കൂട്ടുകാർ. ഒരു തിന്മ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് തിന്മയാണ് എന്ന് നമ്മളോട് മുഖത്തു നോക്കി
പറയുന്ന കൂട്ടുകാർ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, അസ്സദീഖു ഔഖദു മിനൽ ഖറാബ. പലപ്പോഴും ബന്ധങ്ങളെക്കാൾ, കുടുംബ ബന്ധങ്ങളെക്കാൾ പലപ്പോഴും മനുഷ്യരോട് ഇഴകിച്ചേരുന്നത് അത് അവരുടെ സുഹൃത്ത് ബന്ധങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിനാൽ ഇസ്ലാമിലെ സുഹൃത്ത് ബന്ധം അതെങ്ങനെയായിരിക്കണം, ഇസ്ലാമിലെ കൂട്ടുകെട്ട്, അതിന്റെ മര്യാദകൾ എന്താണ് എന്നുള്ളത് പഠിക്കൽ ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാം, അൽ മുഅ്മിനു യഅലഫു വയുഅലഫു. ഒരു മുഅ്മിൻ എന്നാൽ അവൻ മറ്റുള്ളവരോട് ഇഴകിച്ചേരുന്ന ഒരുവനാണ് ഒരു മുഅ്മിൻ. അതുപോലെ തന്നെ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് ഇണങ്ങുന്നവനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വളരെ എളുപ്പത്തിൽ ഇണങ്ങിച്ചേരുന്നവനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂൽ പറയണം, വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്. മറ്റുള്ളവരിലേക്ക് ഇണങ്ങിച്ചേരാത്ത ഒരു കടുത്ത ഹൃദയമുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇണങ്ങുവാനും ഇണങ്ങിച്ചേരുവാനും ഒരു താല്പര്യം കാണിക്കാത്ത വ്യക്തികൾ, വലാ ഖൈറ, അവനിൽ ഒരു നന്മയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂൽ പറയാണ്, വഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അത് മുഅ്മിനീങ്ങളിൽ മറ്റുള്ളവരോട് ഏറ്റവും എളുപ്പത്തിൽ ഇഴകിച്ചേരുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യുന്ന ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, ഖൈറുള്ള ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുഅ്മിനുൽ ലദീ യുഖാലിഫുൻ നാസി വയസ്ബിറു അലാ അദാഹും. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ള ആളുകളുടെ കൂടെ എത്രയും പെട്ടെന്ന് ഇഴുകിച്ചേരുകയും സമൂഹത്തിന്റെ കൂടെ അവരുടെ കൂടെ ഇഴകിച്ചേരുകയും എന്നിട്ട് ആ സമൂഹത്തിന്റെ കൂടെ ജീവിക്കുകയും അങ്ങനെ സ്വാഭാവികമായും ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രയാസം തിരിച്ച് ഒരു മനുഷ്യൻ ഒരു പക്ഷേ ഏൽക്കേണ്ടി വന്നാക്കാം. കുത്തുവാക്കുകളായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, എന്തെല്ലാം ആയിക്കോട്ടെ, മനുഷ്യരാ. അപ്പോ ഒരു മുഅ്മിൻ എന്നാൽ സാമൂഹികമായി ഇടപെടുകയും അങ്ങനെ സമൂഹത്തോട് ഇഴകി ജീവിക്കുകയും ആ സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുമുള്ള എന്തെങ്കിലും ഒരു പ്രയാസം ഈ മുഅ്മിനിന് വന്നാൽ അവൻ അതിൽ ക്ഷമ പാലിക്കുകയും ചെയ്യുന്നവനാണ് ഒരു മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂട്ടുകാർ തമ്മിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സമൂഹത്തിന്റെ കൂടെ ഇടകലർന്നുകൊണ്ട് ഇഴകിച്ചേർന്നുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഒട്ടനവധി ഹദീസുകൾ വന്നതായി നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ശു അസ്സലാം ബൈനക്കും. നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമുകൾ അത് വർദ്ധിപ്പിച്ചുകൊള്ളുക. അസ്സലാമു അലൈക്കും എന്നുള്ളത് നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുക. എന്തിനാണത്? അതിലൂടെ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം അത് ഉത്കൃഷ്ടമാവുകയും അതുപോലെ തന്നെ മനസ്സിലുള്ള ദുഃഖങ്ങൾ അത് പോവുകയും നല്ല ഒരു ഉത്കൃഷ്ടമായ ബന്ധമായി മുഅ്മിനീങ്ങളുടെ ബന്ധമായി മാറും. അതുകൊണ്ട് കാണുന്നവരോട് നിങ്ങൾ സലാം പറയണം, സലാമുകൾ നിങ്ങൾ വ്യാപിപ്പിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, സലഫുകൾ കൂട്ടുകാരെന്നുള്ളത് രണ്ട് രൂപത്തിലായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാം. അതിലൊന്നാമത്തത് സലഫുകൾ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയും അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ സ്നേഹിക്കുകയും നമുക്കൊരു പ്രയാസം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ പ്രയാസത്തിൽ ആ മനുഷ്യനും പ്രയാസപ്പെടും. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ അവൻ നമ്മളെയും പങ്കുചേർക്കും. ഇനി നമുക്കൊരു നല്ല എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ മുഅ്മിനായ സഹോദരൻ, ആ കൂട്ടുകാരൻ, അവൻ അതിലും നമ്മളോടൊപ്പം സന്തോഷം പങ്കിടുകയും അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം സലഫുകൾ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥമായി നമ്മളുടെ കൂട്ടുകാരാണെന്ന് നമുക്ക് തോന്നിപ്പോകുമാറ് നമുക്കെന്തെങ്കിലും സന്തോഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ അവരും നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് സന്തോഷിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളുകളിൽ നമ്മളോടുള്ള അതിയായ അസൂയയും പകയുമായിരിക്കും അവർക്കുണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പുറമെ ഒരു ദുഃഖം നടിക്കുകയും എന്നാൽ ഉള്ളാലെ ആ മനുഷ്യൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുകയാണ് എന്ന് സലഫുകൾ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. അപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു വിഷയത്തിൽ വളരെ അധികം ഗൗരവം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. സലഫുകൾ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, കൂട്ടുകാരെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ അതിലേറ്റവും ആദ്യം മുൻഗണന നമ്മൾ നൽകുന്നത് അത് ദീനിനാ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന കൂട്ടുകാരായിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്നതാണ്. അതിൽ പ്രത്യേകമായിട്ടും പറയുന്നത് നമ്മൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ പണത്തിന് വേണ്ടിയോ അതുപോലെ തന്നെ സ്വാധീനം മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കരുത്. മറിച്ച് പരലോകത്തിന് വേണ്ടി ആ പരലോകത്തിനായിക്കൊണ്ട് നിങ്ങളെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം എന്ന് സലഫുകൾ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ എപ്പോഴും കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ നമുക്ക് വേണ്ടത് ഈമാനികമായ ഭദ്രതയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരുടെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരാം. ആരുടെ കൂടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിതം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറ്റ സുഹൃത്തായി നമ്മൾ കാണുന്നത്, ആ ആളുകളുടെ സ്വഭാവവും സംസ്കാരവും നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. ഫൽയൻദുർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കൊള്ളുക. അഹദുകും മൻ യുഖാലിൽ, നിങ്ങൾ ആരെയാണോ കൂട്ടുകാരായി തെരഞ്ഞെടുക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടി ആ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം ആ കൂട്ടുകാരൻ ഏതൊരു കൂട്ടുകാരന്റെ കൂടെയാണോ നമ്മൾ നടക്കുന്നത് അവന്റെ അതേ സ്വഭാവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അവൻ നന്മയുമായി സഞ്ചരിക്കുന്ന ഒരുവനാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും അതേ നന്മകളിലൂടെ നമ്മൾ കടന്നു പോകാൻ തുടങ്ങും. അവനതല്ല ഒരു മോശം ജീവിതമാണ് അവൻ നയിക്കുന്നതെങ്കിൽ അവനെ അത്രമേൽ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ മോശം സ്വഭാവങ്ങൾ അത് നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്ന നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വകൂനൂ മഅസ്സാദിഖീൻ, നല്ല ആളുകളുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാം, ലാ തുസാഹിബ്, നിങ്ങൾ കൂട്ടുകൂടുക തന്നെ ചെയ്യരുത്, ഇല്ലാ മുഅ്മിനൻ, നല്ല ആളുകളുടെ കൂടെയല്ലാതെ, മുഅ്മിനീങ്ങളായ ആളുകളുടെ കൂടെയല്ലാതെ നിങ്ങൾ ഒറ്റ ചങ്ങാത്തം നടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിവരിച്ചു കൊടുക്കുന്ന നമുക്ക് കാണാം. ഒരു നല്ല കൂട്ടുകാരനും അതുപോലെ തന്നെ ഒരു ചീത്ത കൂട്ടുകാരന്റെയും ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണാം. അന്ന അബി മൂസ റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മസലുൽ ജലീസിസ് സാലിഹി വസ്സൗഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമയും അതുപോലെ തന്നെ ചീത്ത കൂട്ടുകാരന്റെ ഉപമ എന്നത് അത് കസ്തൂരി സുഗന്ധം വിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയും അതുപോലെ തന്നെ അലയിലൂതുന്നവനെ പോലെയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്നിട്ട് റസൂൽ പറയാണ്, ഫഹാമിലുൽ മിസ്ക്, കസ്തൂരി വഹിക്കുന്ന ആ മനുഷ്യന്റെ കൂടെയാണ് നമ്മൾ കൂട്ടുകൂടുന്നതെങ്കിൽ ഇമ്മാ അൻ യഹ്സിയക്, അവൻ നമുക്ക് എന്ത് നൽകും?
ആ കസ്തൂരിയിൽ നിന്ന് അല്പം നമുക്ക് അവൻ ഒരുപക്ഷെ നൽകിയേക്കാം. ഇനിയോ ഇനി അതല്ല എങ്കിൽ ആ കസ്തൂരി വിൽക്കുന്ന ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആ നല്ല മണമുള്ള തൊയ്യിബായ ആ മണമുള്ള ആ കസ്തൂരി നമുക്ക് വാങ്ങുവാൻ സാധിക്കും. റസൂൽ പറയാണ് ഇനി അതുമല്ല എങ്കിൽ ആ കസ്തൂരി വിൽക്കുന്ന വഹിക്കുന്ന ആ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന ആ കസ്തൂരിയിൽ നിന്ന് ഏറ്റവും നല്ല തൊയ്യിബായ ആ മണം അത് അനുഭവിക്കാനെങ്കിലും നമുക്ക് സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നാൽ അലയിലൂതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂടെയാണ് ചങ്ങാത്തമെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ആ തീയിന്റെ ആ തീപ്പൊരി മൂലം നിങ്ങളുടെ വസ്ത്രങ്ങൾ അതൊരു പക്ഷെ കരിഞ്ഞു പോയേക്കാം. ഇനി അതല്ല എങ്കിൽ ആ മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട് അവന്റെ ആ ഒരു ദുർഗന്ധമാർന്ന ആ മണം അതുകൂടി നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചീത്ത കൂട്ടുകെട്ടും നല്ല കൂട്ടുകെട്ടും എന്നുള്ളത് ഉപമയാക്കിക്കൊണ്ട് പറയുന്ന നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു നല്ല വിശ്വാസിയായ ഒരു മനുഷ്യന്റെ കൂടെ നമ്മൾ നടക്കുമ്പോ സ്വാഭാവികമായും അവന്റെ കൂടെ കാറിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന ബാങ്കുകൾ കേൾക്കുമ്പോ ആ മനുഷ്യൻ പറയും, കൂട്ടുകാരെ നമുക്ക് പള്ളിയിലേക്ക് പുറപ്പെടാം. ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്തവനായിരിക്കാം നമ്മൾ. പക്ഷേ ആ കൂട്ടുകാരന്റെ വാക്ക് കേട്ട് നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടും. ഓരോ കാഴ്ചകൾ നമ്മൾ കാണുമ്പോ ഒരു അല്ലാഹുവിന്റെ വല്ലാത്തൊരു അനുഗ്രഹം നമ്മൾ കാണുമ്പോ കൂടെയുള്ള നമ്മളുടെ സുഹൃത്ത് പറയും, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധൻ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അങ്ങനെ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നൽകുന്ന നമ്മളുടെ ഉള്ളിൽ ഈമാനികപരമായ വെളിച്ചം പകരുന്ന ഒരു കൂട്ടുകാരനായിരിക്കും നല്ല കൂട്ടുകാരൻ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു തരാണ്. നേരെ വിപരീതം ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ അതുപോലെ തന്നെ അധപ്പതിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. മഹാനായ ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരുന്നത് നമുക്ക് കാണാം, ഇന്ന വല്ലാഹി മാ റഅയ്ന, അല്ലാഹുവാണ് സത്യം, ഞാൻ കണ്ടിട്ടേ ഇല്ല അർറജുൽ, ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ജനങ്ങളുടെ കൂടെ കൂട്ടുകൂടുന്ന വിഷയത്തിൽ ഇല്ലാ മിസ്ലഹു ഔ ശക്ലഹു, അവനെ പോലെ അല്ലെ അവന്റെ വൈബിനനുസരിച്ചുള്ള കൂട്ടുകാരത്ത് കൂട്ടുകൂടുന്ന ആളുകളെയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകൂടേണ്ടത് സ്വാലിഹീങ്ങളായ നല്ല ആളുകളുടെ കൂടെയാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. കാരണം എന്താണ്? മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമയിലെ ഏറ്റവും നല്ല ആളുകളുടെ കൂടെയാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. ലഅല്ലക്കും, കാരണം നിങ്ങളായി തീർന്നേക്കാം, അൻ തകൂനു മഅഹും ഔ മിസ്ലഹും, നിങ്ങൾ ഒരുപക്ഷെ അവരെ പോലെ നല്ല വ്യക്തികളായി മാറിയേക്കാം, അല്ലെങ്കിൽ അവരെ പോലെയുള്ള ആളുകളായി മാറിയേക്കാം എന്ന് മഹാനായ ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഈദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ഒരടിമക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു നല്ല കൂട്ടുകാരെന്നുള്ളത്. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല കൂട്ടുകാർ എന്നുള്ളത്. കാരണം മോശം കൂട്ടുകെട്ടുകൊണ്ട് അല്ലാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കുകയും അവനെ ശിക്ഷിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ്. നല്ല കൂട്ടുകെട്ട് ഒരുവനെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമെങ്കിൽ അതിന് നേരെ വിപരീതമായി കൊണ്ട് ചീത്ത കൂട്ടുകെട്ട് അത് അവനെ അധപതനങ്ങളിലേക്ക് എത്തിക്കും എന്ന് മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഈദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ഇദാ കാന ലക സ്വദീഖുൻ യുഈനുക അലാ അത്വാഅതി ഫശുദ്ദ യദൈക ബിഹി, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നോട് കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നിന്നെ സഹായിക്കുന്ന ഒരു വ്യക്തി, അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതിൽ
പറയുന്നതിലും അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും നിന്നെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ നിനക്കുണ്ടെങ്കിൽ അവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറയാണ്. കാരണം എന്താണ്? കാരണം അങ്ങനെ ഒരു സത്യവിശ്വാസിയായ ഒരു കൂട്ടുകാരനെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടും അവനെ വിട്ടുകളയുക എന്നുള്ളത് എളുപ്പവുമാണ്. അതുകൊണ്ട് അവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറയുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ, തഖ്വയോടുകൂടി മുന്നോട്ടു പോകാൻ നമ്മളെ സഹായിക്കുന്ന കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നാളെ പരലോകത്ത് ജനങ്ങൾ വരികയും അങ്ങനെ അവരുടെ വിലാപങ്ങൾ അത് പങ്കുവെക്കുകയും അങ്ങനെ വിലാപങ്ങളിൽ ഏറ്റവും വലിയ ഒരു വിലാപമായി കൊണ്ട് അല്ലാഹു ഖുർആനിലൂടെ എടുത്തു പറയുന്ന നമുക്ക് കാണാം. വയൗമ യഉല്ലു അലാ യദൈഹി യഖൂലു യാ ലൈതനി വയൗമ യഉല്ലു ളാലിം, അക്രമികാരികളായ ആളുകൾ അവരുടെ വിരലുകൾ അത് കടിക്കും. അലാ യദൈഹി, എന്നിട്ട് അവർ പറയും യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗം അത് ഞങ്ങൾ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആളുകൾ പറയും. എന്നിട്ട് അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. നാളെ പരലോകത്ത് ചില ആളുകൾ വന്ന് പറയുന്നതാണ് യാ വൈലതാ ലൈതനി, എന്റെ നാശമേ എന്റെ നാശമേ, ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ദുനിയാവിൽ വെച്ച് അങ്ങനെ ഒരു കൂട്ടുകാരനെ ഞാൻ തെരഞ്ഞെടുക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഇന്നെന്റെ പരലോകം നഷ്ടമായല്ലോ. അതുകൊണ്ട് യാ വൈലതാ ലൈതനി, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് ആ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്നിട്ട് അല്ലാഹു പറയാണ് ലഖദ് അദല്ലനി അനിദ് ദിക്രി ബഅദ ഇദ് ജാഅനി, ആ ആളുകൾ പറയാണ് എനിക്ക് അല്ലാഹു ബോധനം നൽകി, ഏറ്റവും നല്ല ഒരു ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി. പക്ഷേ ആ ഹിദായത്ത് കിട്ടിയതിന് ശേഷം ആ ആളുകൾ എന്നെ വഴിപിഴപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ആ ആളുകൾ നാളെ പരലോകത്ത് പറയും. അതുകൊണ്ട് കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും നന്നായി തെരഞ്ഞെടുക്കണമെന്ന് ഖുർആൻ വരെ നമ്മളോട് വലിയ താക്കീതുകൾ നൽകുന്ന നമുക്ക് കാണാം. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, നാളെ പരലോകത്ത് പിശാച് അവൻ ചെയ്ത എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും അവൻ കൈയൊഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നാം ഉണ്ടാകരുത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യസല്ലു അലാ നബിയിഹിം, അള്ളാഹുവിനെ ഓർക്കുകയോ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചെല്ലാത്ത ഒരു സദസ്സുകൾ, വെറും സൊറപറിഞ്ഞിരിക്കുന്ന ചീത്ത വർത്തമാനങ്ങൾ പറയുന്ന അത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം. കാരണം അത് നിങ്ങൾക്ക് നഷ്ടം വരുത്തും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നിട്ട് റസൂൽ ഒരു താക്കീത് കൂടി നൽകുന്നുണ്ട്, ഫഇൻ ശാഅ, അങ്ങനെയുള്ള സദസ്സുകളിൽ ഇരിക്കുന്നതിലൂടെ ഫഇൻ ശാഅ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അസ്ബഹും, നിങ്ങൾക്ക് അള്ളാഹു ഒരുപക്ഷെ ശിക്ഷ നടപ്പിലാക്കിയേക്കാം. ഇനി അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് പുറത്തു നൽകും എന്ന് ഗൗരവത്തോടുകൂടി അത്തരത്തിലുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരായത്ത് സൂറത്തു സുഖ്റുഫിന്റെ ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദ്, നാളെ പരലോകത്ത് ചില കൂട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരിക്കും എന്ന് അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ആ ആളുകൾ ഏറ്റവും നല്ല ചങ്ങാത്ത നടിച്ച് നടന്നിരുന്ന ആളുകളായിരിക്കാം. പക്ഷേ പരലോകത്തേക്ക് ആ ആളുകൾ എത്തുമ്പോ അല്ലാഹു പറയണം അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ, അവര് നാളെ പരലോകത്ത് പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, വിശ്വാസികൾ ഒഴികെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ ഒഴികെ നാളെ
പരലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിലുള്ള കൂട്ടുകാർ ശത്രുക്കളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരുന്നത് നമുക്ക് കാണാം. കുല്ലു സദാഖത്തിൻ വസുഹ്ബത്തിൻ ലിഗൈരില്ലാഹ് ഫഇന്നഹാ തുൻഖലിബു യൗമൽ ഖിയാമത്തി അദാവത്തുൻ ഇല്ലാ മാ കാന അല്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലല്ലാതെ സ്നേഹിച്ച ആളുകൾ, ഈ ദുനിയാവിനും പണത്തിനും പെരുമക്കും വേണ്ടി പരസ്പരം കൂട്ടുകൂടിയ ആളുകൾ, ആ ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ പരസ്പരം ശത്രുക്കളായി മാറുകയും എന്നാൽ അല്ലാഹുവിന് വേണ്ടി കൂട്ടുകൂടിയ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൂട്ടുകൂടിയ, ദീനിന്റെ പേരിൽ കൂട്ടുകൂടിയ ആളുകൾ അവരെന്നും ഈ ദുനിയാവിലും നാളെ പരലോകത്തും സന്തോഷത്തോടുകൂടി ആ കൂട്ടുകെട്ട് നിലനിൽക്കും. ദാഇമൻ എന്നെന്നും നിലനിൽക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ, സൊറ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, ദീനിനെ പരിഹസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന്, അത്തരത്തിലുള്ള സഹോദരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് പറയുന്ന ചില കാര്യങ്ങൾ ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാം. യാ ബുനയ്യ, അല്ലയോ പൊന്നുമോനെ, ഇഖ്തരിൽ മജാലിസ്, നീ ഒരു മജ്ലിസ്, ഒരു ഗാങ്ങിൽ പോയി നീ ഇരിക്കുമ്പോ നീ ആ ഗാങ് അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലം അതെന്താണ് എന്ന് നീ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ചിട്ടായിരിക്കണം ആ സദസ്സ് നീ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി അങ്ങനെ ഒരു സദസ്സ് നീ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ആ സദസ്സ് അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സദസ്സാണെങ്കിൽ അവിടെ നീ ഇരുന്നു കൊള്ളുക. ആ കൂട്ടുകെട്ട് സൊറ പറഞ്ഞിരിക്കുന്ന ആ കൂട്ടുകെട്ട് അത് അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സംസാരങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇരുന്നു കൊള്ളുക. ഇനി അതല്ല, അല്ലാഹുവിനെ ഓർമ്മിക്കാത്ത, അല്ലാഹുവിനെ കുറിച്ച് ഒന്നും പറയാത്ത, മറ്റു ഈ ഭൗതിക ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന വർത്തമാനങ്ങളുള്ള കൂട്ടുകെട്ടാണെങ്കിൽ അവിടെ നീ ഇരിക്കരുത് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് കൊടുക്കുന്ന വസിയത്തുകളിൽ, നസീഹത്തുകളിൽ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കൂട്ടുകെട്ട്, അങ്ങനെ ഏറ്റവും നല്ല ഒരു സൗഹൃദ ബന്ധം അത് മുന്നോട്ട് കൊണ്ടുപോകാനും, അങ്ങനെ ഒരു നല്ല കൂട്ടുകാരൻ, ഒരു ദീനിയായ ഒരു കൂട്ടുകാരൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരന് വേണ്ടി നാം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, മർറ റജുലുൻ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ റസൂലിന്റെ അടുക്കലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകാണ്. വഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ജാലിസുൻ, റസൂലിന്റെ അടുക്കൽ മറ്റൊരു മനുഷ്യൻ, ഒരു സ്വഹാബി ഇരിക്കുന്നുണ്ട്. അപ്പൊ റസൂലിന്റെ അടുക്കൽ ഒരു സ്വഹാബി ഇരിക്കെ മറ്റൊരു സ്വഹാബി അരികിലൂടെ നടന്നു പോകാണ്. ഫഖാല റജുൽ, അപ്പൊ ആ ഇരിക്കുന്ന മനുഷ്യൻ റസൂലിനോട് പറയാണ്, വല്ലാഹി യാ റസൂൽ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഉഹിബ്ബു ഹാദാ ഫില്ലാഹ്, ആ പോകുന്ന മനുഷ്യനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് റസൂലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇരിക്കുന്ന മനുഷ്യൻ പറയാണ്. ആ സമയത്ത് റസൂൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യനോട് റസൂലുള്ളാഹി തിരിച്ചു ചോദിക്കാണ്, അഖ്ബർതഹു ബിദാലിക്, അല്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവൻ അറിയുമോ? അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അതവനക്ക് അറിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖും ഫഅഖ്ബിർ, നീ എണീറ്റ് നിന്നുകൊണ്ട് അവനോട് പറയ്. എന്താണ് പറയേണ്ടത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ താങ്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് നീ അവനോട് പറയും. കാരണം എന്താ? തസ്ബുത്തിൽ മവദ്ദ, അത് നിങ്ങൾക്കിടയിൽ ദീനീപരമായ ആ ഒരു സൗഹൃദ ബന്ധം അത് കൂടുതൽ തസ്ബിയത്തുള്ളതാക്കും, കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ഫഖാമ ഇലൈഹി ഫഅഖ്ബറഹു, അങ്ങനെ ആ മനുഷ്യൻ നിൽക്കുകയും
എന്നിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറയാണ്, ഫഖാല, ആ നടന്നുപോയ മനുഷ്യനോട് ആ മനുഷ്യൻ പറഞ്ഞതാണ്, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അല്ലയോ മനുഷ്യ, ഞാൻ നിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിലേറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഈ മനുഷ്യൻ ആ സഹോദരനോട്, ആ സ്വഹാബിയോട് വിളിച്ചു പറഞ്ഞു എന്നാണ്. അപ്പൊ ആ സ്വഹാബി തിരിച്ചു മറുപടി കൊടുക്കാണ്. ഫഖാല റജുൽ, ആ നടന്നുപോയ മനുഷ്യൻ തിരിച്ച് ഈ സ്വഹാബിക്ക് മറുപടി കൊടുത്തു, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ഫീഹി, നീ ആരുടെ പേരിലാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത്, ആ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെടട്ടെ, ഞാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ച് ആ സ്വഹാബി മറുപടി കൊടുക്കാണ്. പ്രിയമുള്ളവർ, ഒന്നാമതായി കൊണ്ട് റസൂൽ പഠിപ്പിക്കുന്നത്, ദീനിന്റെ പേരിൽ ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പരസ്പരം അതറിയിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് നാം ചെയ്യേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഗ്രിൽ ഗൈബ്, ഒരു മുഅ്മിൻ അവന്റെ സഹോദരന് വേണ്ടി ആ സഹോദരൻ ഇല്ലാത്ത സമയത്ത് അവന്റെ അസാന്നിധ്യത്തിൽ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആ ഒരു കൂട്ടുകാരന് വേണ്ടി, ആ ദീനിപരമായ കൂട്ടുകാരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഓരോ പ്രാർത്ഥന നമ്മൾ അവന് വേണ്ടി നടത്തും. പടച്ച റബ്ബേ, അവന്റെ ജീവിതത്തിൽ ഇന്ന പ്രയാസങ്ങളുണ്ട്, അത് നീ മാറ്റി കൊടുക്കണം, അവന്റെ ജീവിതത്തിൽ റിസ്ഖുകൾ നൽകണം എന്നൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മലക്കുകൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, വലക ബിമിസ്ബി, പടച്ച റബ്ബേ, എന്താണോ ഈ വ്യക്തി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതൊക്കെ ഇവനും നീ നൽകണമേ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈമാനിന്റെ മാധുര്യം അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈമാനിന്റെ മാധുര്യം അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഒന്നാമത്തേത് റസൂലുള്ളാഹി പറയുന്നത്, മൻ കാന അല്ലാഹു റസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവൻ ഉപരിയാകണമെന്നാണ്. അല്ലാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും ഒരു മുഅ്മിൻ സ്നേഹിക്കേണ്ടത് റസൂലിനെയും പടച്ച റബ്ബിനെയുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞത്, വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. ഒരു കൂട്ടുകാരനെ നീ സ്നേഹിക്കുകയാണെങ്കിൽ പരലോകത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, അത്തരത്തിൽ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വരുമ്പോ മുഖത്തു നോക്കിക്കൊണ്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മളെ സ്നേഹിക്കുന്ന, അങ്ങനെ നമ്മളുടെ പരലോകം അത് ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്വർഗത്തിൽ കാണണം എന്ന് സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ, അല്ലെ നമ്മളുടെ മുഖത്തു നോക്കിക്കൊണ്ട് നീ ചെയ്തത് തെറ്റാണ്, അതിൽ നിന്ന് നീ മാറിപ്പോകണം എന്ന് നമ്മളോട് പറയുന്ന ഒരു കൂട്ടുകാരൻ, നമ്മളൊരു ശരിയായ കാര്യം ചെയ്താൽ ഇത് ശരിയാണ് നീ ചെയ്തത് എന്ന് നമ്മളോട് മുഖത്തു നോക്കി പറയുന്ന ഒരു കൂട്ടുകാരൻ. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ നമുക്കുണ്ടാകണം. നമ്മളുടെ തഖ്വയോടുകൂടിയുള്ള ജീവിതത്തെ അത് കൂടുതൽ ഊഷ്മളമാക്കുകയും അതുപോലെ തന്നെ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കഠിന ഹൃദയമല്ലാതെ എല്ലാവരിലേക്കും ഇണങ്ങിച്ചേരുന്ന, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ നമ്മളോട് ഇണങ്ങിച്ചേരാൻ, ഒന്ന് വർത്തമാനം പറയാൻ, അല്ലെ, പരീക്ഷ സ്വഭാവമില്ലാത്ത ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെ പിന്നീട് സമൂഹത്തിൽ നിന്ന് പ്രയാസങ്ങൾ വരുമ്പോ അതിൽ ക്ഷമിച്ചു നിൽക്കുന്ന മുഅ്മിനീങ്ങളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുകയും നാളെ പരലോകത്ത്
ഖേദിക്കേണ്ടി വരുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടുകയും നമ്മൾ വേണ്ടതുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായ ആളുകളുടെ കൂടെ, സ്വാദിഖീങ്ങളുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടണം എന്ന് അല്ലാഹു പറഞ്ഞ ആ ഒരു കൽപ്പന, അത് നമ്മൾ നെഞ്ചിലേക്ക് എടുക്കേണ്ടതുണ്ട്. മഹാനായ സലഫുസ് സ്വാലിഹീങ്ങൾ അവര് പറഞ്ഞ ആ പാഠങ്ങൾ, ഒരു കൂട്ടുകാരൻ, നല്ലവനായ ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ആ ഒരു അനുഗ്രഹം അതിനുവേണ്ടി തേടുകയും അത്തരത്തിലുള്ള കൂട്ടുകാരുടെ കൂടെ കൂടുകയും അങ്ങനെ നാളെ പരലോകത്ത് വിജയിച്ച ആളുകളുടെ കൂടെ നമ്മള് നാളെ കടന്നു വരാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല തഖ്വയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആ തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നതിൽ വളരെയേറെ നമ്മളെ സഹായിക്കുന്ന നല്ല സൗഹൃദ ബന്ധങ്ങൾ, നല്ല കൂട്ടായ്മകൾ, അതിൽ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരുമില്ലാതെ 6 അടി മണ്ണിൽ കിടക്കേണ്ട ആളുകളാണ് നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെയൊക്കെ മരണം ഏറ്റവും നല്ല മരണം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളാൽ, മാനസിക ബുദ്ധിമുട്ടുകളാൽ, കടങ്ങളാൽ ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, അവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുകയും ദൂരീകരിച്ചു കൊടുക്കുകയും അവരനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും നാളെ പരലോകത്ത് തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ അജിർനാ മിനന്നാർ, റബ്ബനാ അജിർനാ മിനന്നാർ, റബ്ബനാ അജിർനാ വഅജിർ വാലിദൈനാ മിനന്നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.